blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഓരോരുത്തരെയും സമൃദ്ധിയായി യേശു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ചേർന്ന് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സാറാമ്മ മത്തായിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവേ ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. തൻ്റെ ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. അലർജിയിൽ നിന്നും സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവെ, ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മകൻ തോമസിനും അതുപോലെ തൻ്റെ ഭാര്യ അമ്പിളിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും കർത്താവെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. മകൻ തോമസിനെ പ്രത്യേകിച്ച് കർത്താവെ എല്ലാവിധ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും അങ്ങ് പരിപൂർണമായും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തോമസ് ആൻഡ് അമ്പിളി. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോട് ചേർന്ന് അടുത്ത സ്പോൺസർക്കായി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ദീപക്കിനായും പ്രിയയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കർത്താവെ ഇന്ന് ആഘോഷിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ തനിക്ക് കേരളത്തിൽ ഒരു നല്ല ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ ദിയയ്ക്കായും ജുവാനായും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനും നല്ലൊരു ഭാവിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ദീപക് ആൻഡ് പ്രിയ. കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ജെസ്സി എന്നാണ് ഈ നിൽക്കുന്ന സഹോദരിയുടെ പേര്. പാവറട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തൻ്റെ ജീവിതത്തിൽ 2 രോഗങ്ങളുടെ മേൽ യേശു കർത്താവ് സൗഖ്യം കൊടുത്തു. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ കിഡ്നിയിൽ പഴുപ്പായിരുന്നു. കിഡ്നിയിൽ പഴുപ്പുണ്ടായിരുന്നു. 2 പറയുന്നത് കണ്ണിൽ നിന്നും എപ്പോഴും വെള്ളം ഒലിച്ചു വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളുടെ മേലും യേശു കർത്താവ് സൗഖ്യം കൊടുത്തു. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കിഡ്നിയിലെ ഈ പഴുപ്പിൻ്റെ അസുഖം മുഖാന്തരം താൻ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത്, മൂത്രമൊഴിക്കുന്ന സമയത്ത് ബ്ലഡ് എങ്ങനെ പോകുമോ അതുപോലെയായിരുന്നു പഴുപ്പ് കലർന്ന അതുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പഴുപ്പ് കലർന്ന യൂറിനാണ് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ആ സമയത്ത് ഇതുങ്ങളുടെ രോഗം വല്ലാതെ മൂർച്ഛിച്ചു വരുമ്പോൾ വയറെല്ലാം വന്ന് നീര് വന്ന് വീർക്കുമായിരുന്നു. ഈ സിസ്റ്റർ ഇത് മാറിയത് തനിക്ക് ഏകദേശം ഒരു 2 വർഷത്തോളമായിരുന്നു ഈ അസുഖത്താൽ താൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ 2011
ഇവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശ്ശൂർ ഈ ഹാളിൽ വെച്ച്, ഈ ടൗൺ ഹാളിൽ വെച്ച് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നിരുന്നു. ആ സമയത്ത് ബ്രദറിന്റെ അടുക്കൽ വന്ന് ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ഇങ്ങനെ നടുവിനെ കൂടെ നിന്ന സഹോദരിമാരെ കൊണ്ട് കൈവെപ്പിച്ചു. അതുകൊണ്ട് ബ്രദറും കൈവച്ചു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് എന്തോ ഒരു ശരീരം മുഴുവൻ ഒരു തണുപ്പ് മാതിരിയൊക്കെ തോന്നി. അതിനുശേഷം ഈ സിസ്റ്റർ പറയുന്ന ഡോക്ടറുടെ അടുക്കൽ പോയി സ്കാൻ ചെയ്തു. അതിനുശേഷം ഡോക്ടർ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ തനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതായത് ആ കിഡ്നിയിൽ ഡോക്ടർ റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെയാണ്, തനിക്ക് ആ കിഡ്നിയിലുള്ള പഴുപ്പ് അവിടെ ഇല്ല, വേറൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ സിസ്റ്ററിനെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതായത് വയർ വന്ന് വീർക്കുന്ന മാതിരിയുള്ള നീര് വെക്കുന്ന ഒരു പ്രശ്നമില്ല, മൂത്രമൊഴിക്കുമ്പോൾ പഴുപ്പും ബ്ലഡും കൂടി പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമില്ല. യേശു കർത്താവ് ഈ കിഡ്നിയിലെ പഴുപ്പിന്റെ മേൽ തനിക്ക് ജയം കൊടുത്തു. ആ രോഗത്തിൽ നിന്നും ഈ സഹോദരിയെ വിടുവിച്ചു. ഇത് ഒന്നാമത്തെ സാക്ഷ്യം. അപ്പോൾ ഇതൊരു ചെറിയ രോഗമാണെന്ന് ആരും വിചാരിക്കരുത്. കിഡ്നിയിൽ പഴുപ്പ് വന്നാൽ അത് ശരീരം മുഴുവൻ തകർത്ത് കളയുന്ന, പലരും അതിനുശേഷം ഡയാലിസിസിലേക്കാണ് നീങ്ങുന്നത്. കിഡ്നി നശിച്ചു പോയാൽ ഉള്ള അവസ്ഥകൾ എല്ലാവർക്കും അറിയാം. വൃക്ക മുഴുവൻ തകർന്നു പോയാൽ മാറ്റിവെക്കുവാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം. അതിനൊരു ഡോണർ ആവശ്യമാണ്. ആ ഡോണർക്ക് ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അതിഭീകരമായൊരവസ്ഥയിൽ നിന്നാണ് ഈ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി കൈയടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് തന്റെ കണ്ണിൽ നിന്നും എപ്പോഴും വെള്ളം ഒലിക്കുമായിരുന്നു. വെള്ളം ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. അത് 1 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് നല്ല വെളിച്ചമുള്ള ഭാഗത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. സൂര്യപ്രകാശത്തിലേക്ക് അതുപോലെ വെളിച്ചമുള്ള ഭാഗത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന മാതിരി തുടങ്ങി. അത് മാത്രമല്ല ഇപ്പോഴും വെള്ളമൊലിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് ഇതാണ്, അതായത് ഈ സെപ്റ്റംബർ മാസം, ഈ കഴിഞ്ഞ മാസം 17-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേയിൽ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകമായി ഇങ്ങനെ പറഞ്ഞു, കണ്ണിൽ നിന്നും വെള്ളം വരുന്ന വെളിച്ചത്തിൽ, അതായത് കണ്ണിൽ നിന്നും പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ ആ വാക്കുകൾ എടുത്തു പറഞ്ഞു ബ്രദർ. കഴിഞ്ഞ മാസം 17-ാം തീയതി കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന വെളിച്ചത്തിൽ, അതായത് പ്രകാശത്തിൽ നോക്കുവാൻ പറ്റാത്ത വ്യക്തിയെ യേശു കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് തൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒരു തണുപ്പ് മാതിരി അനുഭവപ്പെട്ടു. അതിനുശേഷം തനിക്ക് ആ വെള്ളം വരുന്നത് നിന്നു. അങ്ങനെ എല്ലാം മാറി. താനിപ്പോൾ പൂർണ്ണമായി സൗഖ്യമായി വെളിച്ചത്തിലേക്ക് നോക്കാം. തൻ്റെ കണ്ണിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി. തനിക്ക് ശരിയായ രീതിയിൽ തനിക്ക് വായിക്കുവാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ആ കണ്ണിൻ്റെ പ്രശ്നം യേശു കർത്താവ് എടുത്തു മാറ്റി. ഒരു പ്രാവശ്യം കൂടെ കൈയടിച്ച് യേശു നന്ദി പറയാം. കർത്താവ് കൊടുത്ത ഈ സൗഖ്യത്തിനായി ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് അങ്ങേക്ക് നന്ദി പറയും. ഈ സാക്ഷ്യം ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഈ സാക്ഷ്യം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രോഗമോ ഇതുപോലെ മറ്റു രോഗങ്ങളിലോ ആയിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇത് മാധ്യമങ്ങളിലൂടെ കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് നൽകുന്ന വിടുതലിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരംഭിച്ച സന്ദേശ പരമ്പര ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കൃത്യമായി ഇതിൻ്റെ നോട്ട്സുകൾ കുറിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം. വീഴ്ച കൂടാതെ അത് ചെയ്യുക. ഈ എപ്പിസോഡുകൾ 100 കണക്കായി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അനേക നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഇത് ഭാവിയിലേക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങളെ തുടർന്നും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ചെറിയ ഗ്രൂപ്പുകളിലും വലിയ ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് സംസാരിക്കാനും അനേകരെ പഠിപ്പിക്കാനൊക്കെ ഇടയാകും. എല്ലാറ്റിലുപരിയായ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം നിങ്ങളെ തന്നെ പണിതുകൊണ്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചത് ഇങ്ങനെയാണ്, ജീസസ് ദ ഫ്രീഡം ഗിവർ, സ്വാതന്ത്ര്യം നൽകുന്ന യേശു. ഗലാത്യലേഖനം 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, വീണ്ടും അടിമ നുകത്തിൽ കുരുങ്ങിപ്പോകരുത്. പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഇങ്ങനെയാണ് മോശയിലൂടെ കൽപ്പന നൽകിയത്, ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്കൊരു ശബത്ത് ദിവസം ഉണ്ടായിരിക്കണം. അതിനുശേഷം ദൈവം പറഞ്ഞു, ഒരു ശബത്ത് ദിവസം പോരാ, 7 വർഷത്തിലൊരിക്കൽ ശബത്ത് വർഷമുണ്ടായിരിക്കണം, മൊത്തം ഒരു വർഷം. അതിനുശേഷം ദൈവം പറഞ്ഞു, 7 വർഷങ്ങൾക്ക്
വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ വരുന്ന ശബത്ത് വർഷം, അങ്ങനെയുള്ള 7 എണ്ണം കഴിയുമ്പോൾ 7 7 49 49 വർഷത്തിന് ശേഷം വരുന്ന 50-ാം വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യോവേൽ സംവത്സരമായിരിക്കും, അല്ലെങ്കിൽ ജൂബിലി ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസാദ വർഷമായിരിക്കും, സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമായിരിക്കും. ആ ദിവസം മഹാപാപ പരിഹാര ദിവസത്തിൽ ദേശം മുഴുവൻ കാഹളം ഊതണം. അങ്ങനെ കാഹളം ഊതുമ്പോൾ 4 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, എല്ലാ അടിമകളും സ്വതന്ത്രരാകും. കടബാധ്യതകൾ മുഴുവൻ ഇളച്ച് കൊടുക്കപ്പെടുന്നു, മുഴുവനായി ക്യാൻസൽ ചെയ്യുന്നു. 3, കൈമോശം വന്ന മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോയ വസ്തുവകകൾ ഒറിജിനൽ ഓണേഴ്സിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഭൂമിക്കൊരു സ്വസ്ഥതയുണ്ടാകുന്നു. ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ കണ്ടതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് അതിൻ്റെ പൊരുൾ, അതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി യേശു പിതാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട 30-ാമത്തെ വയസ്സിൽ പള്ളിയിൽ നസറത്തിൽ താൻ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം ചുരുൾ വിടർത്തി വായിക്കുമ്പോൾ ഏഷ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നിന്ന് ആദ്യ വാക്യങ്ങൾ എടുത്ത് താൻ വായിക്കുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അവൻ അഭിഷേകം ചെയ്തിരിക്കും. അതിനുശേഷം തടവുകാർക്കുള്ള വിടുതലും വിവിധ രീതിയിലുള്ള സൗഖ്യങ്ങളും സ്വാതന്ത്ര്യം എല്ലാം എൻ്റെ താഴെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ കണ്ടത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. എന്താണത്? 2 വശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമതായി ആത്മീയ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവരോട്. മത്തായി 5:3 നമ്മൾ കാണുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതിനുശേഷം നമ്മൾ കണ്ടത് ഭൗതിക ദാരിദ്ര്യത്തിലിരിക്കുന്നവർ. കാരണം അതിനിങ്ങോട്ട് നമ്മൾ പല വാക്യങ്ങളിലും നമ്മൾ വ്യക്തമായി കാണുന്നത് യേശു ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല നോക്കും, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കും യേശു മതിയായവനാണ്. എന്നാൽ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം ഭാഗത്ത് അതിനുശേഷമുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് യേശു വന്നിരിക്കുന്നത്. ഇത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇത് കാണിക്കുന്നത് കൃപയുടെ കാലഘട്ടത്തെയാണ്, ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ഈ കാലഘട്ടം ന്യായവിധിയുടെ കാലഘട്ടമല്ല, ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം അല്ല. യേശു ആത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയുന്നത് ഇത് കൃപയുടെ കാലഘട്ടമാണ്, പ്രസാദ വർഷമാണ്. ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്ന വർഷമാണ്. ഇവിടെ പ്രസാദവർഷം എന്ന് പറയുമ്പോൾ അന്ന് പ്രസാദവർഷം 1 വർഷമാണ്, അതും 50 വർഷത്തിൽ ഒരിക്കലേ വരും. കാഹളം ഊതുമ്പോഴാണ് അതെല്ലായിടത്തും വിളംബരം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ പ്രസാദവർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സീസൺ, ഇറ്റ്സ് നോട്ട് എ ടൈം പീരിയഡ്, ഇറ്റ്സ് എ പേഴ്സൺ. യേശുവാണ് നമ്മുടെ ജൂബിലി, യേശുവാണ് നമ്മുടെ സ്വാതന്ത്ര്യം, യേശുവിലാണ് എല്ലാറ്റിൽ നിന്നുമുള്ള വിമോചനം ഉള്ളത്. വ്യക്തമായത് നമ്മൾ ഗ്രഹിക്കണം. ഒരു പ്രത്യേക കാലഘട്ടം എന്നതിനേക്കാൾ അതിനപ്പുറത്ത് നമുക്കൊരു വലിയ വ്യക്തി നമുക്ക് വേണ്ടിയുണ്ട് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ചീത്തക്കാലമുണ്ട്, അങ്ങനത്തെ കാലം, ഇങ്ങനത്തെ കാലം എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ ആയി കഴിയുമ്പോൾ ഒരു സീസണെ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ പേഴ്സണെയാണ്, ആ വ്യക്തിയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ക്രിസ്തുവിൽ നമുക്ക് ഒരു പ്രസാദ വർഷം ഉണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നൊരു കാലഘട്ടമുണ്ട്. നോക്കൂ, യേശു യോഹന്നാൻ്റെ കീഴിൽ സ്നാനമേൽക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം ഓർക്കുന്നുണ്ടായിരിക്കും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ദൈവപ്രസാദമുള്ള പുത്രൻ വിളംബരം ചെയ്യുന്നതാണ് പ്രസാദവർഷം. പുത്രൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടം ലഭിച്ചിരിക്കുന്നത്, കൃപയുടെ കാലഘട്ടം ലഭിച്ചിരിക്കുന്നത്. ആ കൃപാകാലത്ത് ഏത് കൊടുംപാവിക്കും മോചനം ലഭിക്കും, ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുന്ന എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ ദൈവം അവസരം നൽകുകയാണ്.
ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നാലും, നിങ്ങളൊരു പിടികിട്ടാ പുള്ളിയാണെങ്കിലും, ഒത്തിരി പാപങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിലും, ഒത്തിരി ക്രിമിനൽ കേസുകൾ ചെയ്ത വ്യക്തിയാണെങ്കിലും, കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരാളും ഒരിക്കലും ക്ഷമിക്കാത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ പ്രസാദ വർഷത്തിൻ്റെ സമയത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് ഈ കൃപയുടെ കാലഘട്ടത്തിൽ ദൈവം ഏത് കുടുംബാവിയോടും ക്ഷമിക്കുന്ന, എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ, യേശു വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടത്തിൽ, കൃപയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം, നിങ്ങൾക്ക് സൗഖ്യമാകാം, നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം. എല്ലാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും രക്ഷ പ്രാപിച്ച് ഒരു പാവവും ചെയ്തിട്ടില്ലാത്ത ഒരു വിശുദ്ധനെ പോലെ, ഒരു പുണ്യവാളനെ പോലെ നിങ്ങൾക്കായിത്തീരാൻ കഴിയും. എങ്ങനെ? യേശുവിലൂടെ വിളംബരം ചെയ്യപ്പെട്ട പ്രസാദ വർഷത്തിലൂടെ. ഞാൻ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക. പണ്ട് ഇസ്രായേൽ ജനത്തിന് ദൈവം 50 വർഷത്തിൽ ഒരിക്കൽ 365 ദിവസങ്ങളുള്ള ഒരു വർഷം പ്രസാദ വർഷമായി കൊടുത്തു. അന്ന് കടബാധ്യതയുള്ള കൊടുക്കുന്നു, നഷ്ടപ്പെട്ടു പോയ പ്രോപ്പർട്ടി തിരിച്ചു കിട്ടുന്നു, എല്ലാ അടിമകളും സ്വതന്ത്രമാകുന്നു. അന്നത്തെ കാലത്തൊന്ന് ഓർത്ത് നോക്കൂ, അടിമകളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? 50-ാം വർഷം വരാൻ വേണ്ടി, ആ യോവേൽ സംവത്സരം വരാൻ വേണ്ടി അവരെല്ലാം റെഡിയായിരിക്കുകയാണ്. 48-ാമത്തെ വർഷമെത്തി, 49-ാമത്തെ വർഷമെത്തി, അവരെല്ലാം ബാഗുകളെല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ 50-ാമത്തെ വർഷം കാഹളം മുഴങ്ങുന്ന സമയത്ത് ഇത്രയും വർഷങ്ങൾ അടിമയായിരുന്നെങ്കിലും സ്വതന്ത്രമായി അവർക്ക് ഇതുവരെ അടിമകളാക്കി വെച്ചിരുന്ന മുതലാളിമാരിൽ നിന്നും അവർക്ക് അവരുടെ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവാം. അത്രയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടും. പക്ഷെ 50 വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. ഈ 50 വർഷത്തിനകത്ത് മരിച്ചു പോകുന്ന അടിമകൾക്ക് സ്വാതന്ത്ര്യമില്ല. അത് വളരെ ലിമിറ്റഡ് ആയിരുന്നു, വല്ലപ്പോഴും വരുന്നതായിരുന്നു, ഒരു വർഷം മാത്രം നീണ്ടു നിൽക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രസാദ വർഷത്തിൻ്റെ പ്രത്യേകത, യേശു മരിച്ച് അടക്കപ്പെട്ട സ്വർഗാരോഹണം ചെയ്ത് ഇങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവൻ, ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞു, ഈ കാലഘട്ടം മുഴുവൻ ഒരു പ്രസാദ വർഷമാണ്. സോ ഇൻ വാട്ട് എവർ ഷേപ്പ് യു ആർ ഇൻ നൗ, ഗോഡ് ക്യാൻ ഹീൽ യു, ഗോഡ് ക്യാൻ ഡെലിവർ യു, ഗോഡ് ക്യാൻ സെറ്റ് യു ഫ്രീ. നിങ്ങളുടെ ജീവിതം ഇന്നേത് രീതിയിലാണേലും അതൊരു വിഷയമല്ല. ആകെ ചെയ്യേണ്ടത് മാനസാന്തരപ്പെട്ട് ഈ രക്ഷകളിലേക്ക് തിരിച്ചു വരിക. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. പക്വതയില്ലാതെ കൂട്ടുകാരുടെ പ്രേരണ കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ അതും ഇതും കേട്ട്, പിയർ പ്രഷർ കൊണ്ട്, എൻ്റെ നൈസർഗിക വാസന കൊണ്ട് ഒക്കെ ഞാൻ പലതും ചെയ്തു പോയി. എൻ്റെ ജീവിതം മുഴുവൻ ഐ ഹാവ് മെസ്ഡ് അപ്പ് മൈ ലൈഫ്. ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മതി. 2 കൈകളും നീട്ടി സ്വീകരിക്കുവാൻ യേശു തയ്യാറായി നിൽക്കുകയാണ്. അതാണ് പ്രസാദ വർഷം എന്നതിൻ്റെ അർത്ഥം. ഞാൻ വീണ്ടും പറയുന്നു, പ്രസാദ വർഷം, ജൂബിലി ഇയർ, ഇന്ന് ഒരു ഇയർ അല്ല, ഒരു സീസൺ അല്ല, ഒരു വ്യക്തിയാണ്, യേശുവാണ്. ആ യേശുവിൽ നിന്നും എത്ര വേണേലും കൃപ എന്ന് പറയുന്നത്, പാപം പെരുകുന്ന സ്ഥലത്ത് കൃപയും പെരുകി വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കുവാൻ, എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നൽകുവാൻ. ഇത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോവുകയാണ്. അതുകൊണ്ട് സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, അതുപോലെ പ്രായമുള്ളവരോട്, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അങ്കിൾമാരെ, ആൻറ്റിമാരെ, എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇന്ന് വരെ യേശുവിൻ്റെ ഈ കൃപയാലുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമായി നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അനുഭവിക്കണം. ഞാൻ വീണ്ടും പറയുന്നത് 2 കൊരിന്ത്യർ 6:2 വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം. ഇതാകുന്നു ടുഡേ 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 ടുഡേ, ഇന്നാകുന്നു രക്ഷാ ദിവസം.
ഏതെങ്കിലുമൊക്കെ അടിമത്തങ്ങളിലാണ് കിടക്കുന്നതെങ്കിൽ യു ക്യാൻ ബി സെറ്റ് ഫ്രീ. യേശു വന്നത് എല്ലാവരെയും സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ്. ഇമോഷണൽ ഫ്രീഡം ഹി ക്യാൻ ഗീവ്. മദ്യപാനത്തിൽ കിടന്ന് വട്ടം തിരിയുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ യേശുവിന് സാധിക്കും. God can deliver you from any problem. Jesus can save you from debts. കടബാധ്യതയാണോ അതിൽ നിന്ന് വിടുവിക്കും. ഒരു സ്ലേവറിയിലാണ്, അഡിക്ഷനിലാണോ അതിൽ നിന്ന് യേശു വിടുവിക്കും. എന്തിൽ നിന്നും വിടുവിക്കുവാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പ് ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. എന്ന് വെച്ചാൽ ഏതുവിധ പാപത്തിൽ ജീവിക്കുന്നവർക്കും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ളവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം കൃപയുടെ വാതിൽ യേശു തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് എല്ലാവരെയും വിളിക്കുക, വന്ന് രക്ഷ പ്രാപിക്കുവിൻ, വന്ന് സൗഖ്യമാകുവിൻ. ജീവിതത്തിലൊരു മാറ്റം വേണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഐ വാണ്ട് എ ചേഞ്ച്. യേശുവാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ രൂപാന്തരപ്പെടുത്തിയ, മാറ്റം വരുത്തിയതിൽ വേൾഡ് റെക്കോർഡുള്ള വ്യക്തി. വേറെ ആർക്കും ആ റെക്കോർഡ് ഇല്ല. യേശുവിന് എല്ലാവരെയും വ്യത്യാസം വരുത്താൻ കഴിയും. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളോട് യേശു സംസാരിക്കുന്നുണ്ട്. ഡു നോട്ട് ഗോ എവേ ഫ്രം ജീസസ്. ഡു നോട്ട് ടേൺ യുവർ ബാക്ക് ടു ജീസസ്. യേശുവിനോട് പറയും, യെസ് ജീസസ്, യെസ് ലോർഡ്, ഐ എം കമ്മിങ് ടു യു. അങ്ങനൊരു തീരുമാനം അകത്ത് എടുത്തുകൊണ്ട് നിൽക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന് ശേഷം പ്രാർത്ഥിക്കും. എല്ലാവരും എന്നോട് ചേർന്ന് ജീവിതം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പറ, യേശുവേ, എൻ്റെ ജീവിതത്തെ ഈ പ്രസാദ വർഷത്തിൽ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ സ്വീകരിക്കണമേ, അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, ജീവിതത്തിലൊരു വലിയ മാറ്റം നൽകണമേ. എന്നെ രക്ഷിച്ചതിനായി നന്ദി യേശുവേ. അങ്ങയുടെ കർത്താവും ദൈവമെന്ന വാ കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കും. കർത്താവെ, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ കാണുന്നത് കാൽപാദത്തിൽ ഇങ്ങനെ നീരിറങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അത് മറ്റെന്തിൻ്റെയൊക്കെയോ സിംറ്റമാണ്, എന്നാൽ ആ രോഗം ഉൾപ്പെടെ സകലവും മാറിപ്പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ വന്ന് ഇന്നും ശരീരത്തിൽ അതിൻ്റെ ആഘാതങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അസ്ഥികളിലുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രക്തത്തിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. കിഡ്നിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില രോഗങ്ങൾ എന്താണ് ഇതുവരെ അറിഞ്ഞുകൂടാ, യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ്, അനാവശ്യമായി രക്തം ശരീരത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ ഓരോ വ്യക്തികളിലും ഇപ്പോൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരുപക്ഷെ മണ്ടത്തരാണെന്ന് തോന്നും എങ്കിലും ഈ ടി വി സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും യേശുവിൻ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ.
കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ സന്ദേശം നാളെ തുടരുന്നതായിരിക്കും. ഈ സന്ദേശം അനേകർക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് ഇതുവരെ ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടിട്ടില്ലാത്തവരോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയണം. നാളത്തെ എപ്പിസോഡ് കാണാൻ പറയണം. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞ ശിഷ്യനാര്? Which disciple asked Jesus to wash his head and hands beside his feet? Options: A. ശീമോൻ പത്രോസ്, B. ബെത്സയിദക്കാരനായ ഫിലിപ്പോസ്, C. അന്ത്രയോസ്, D. ശിഷ്യനായ യോഹന്നാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.